3 വർഷം ശേഷമാണ് നെയ്മർ സ്ക്വാഡിലോട്ട് വന്നേക്കണത്. ശരിക്കും ഭൂമി ഒന്ന് കുലുങ്ങിയ. നല്ല സന്തോഷമുണ്ട്. കുറെ നാള് കാത്തിരുന്നിട്ടാണ് ഏത് ടീം വന്നാലും അടിച്ചിടും. അർജന്റീനക്കായിട്ട് ഒന്ന് അടിക്കാനുള്ള ഒരു ഇതുണ്ടോ? സുഖം. നമ്മൾ കഴിഞ്ഞ വർഷം ക്രൊയേഷ്യ ആയിട്ടാണ് ബ്രസീൽ തോറ്റത്. ആരെല്ലാം വിചാരിക്കുമോ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ ആ ഒരു ഹെവി വെയിറ്റ്സ് ഉള്ള സംഭവം ശരിക്കും അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്ന മെന്റാലിറ്റിയിലാണ് കാര്യം. ബ്രസീൽ ഗ്രൂപ്പ് സ്റ്റേജ് ടോപ്പ് ചെയ്തേക്കാണ്. അപ്പൊ രാവിലെ 3:30 കളി. അപ്പൊ എല്ലാരും എത്തിയിട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു മാച്ച്? നല്ല കളിയായിരുന്നു. ഗ്രൂപ്പ് സ്റ്റേജ് ഫസ്റ്റ് ആയി. സന്തോഷം. പ്രതീക്ഷയോടെ തന്നെ കളിയാണ് പറ്റി. നല്ല സന്തോഷം. നെയ്മർ ഇറങ്ങി. ഇനി അടുത്ത കളി ഇപ്പൊ ക്വാർട്ടർ റൗണ്ട് ഓഫ് 32 ആണ്. കോപ്പിൽ അത് ജയിക്കും. ഫൈനലിൽ കയറുന്ന പ്രതീക്ഷിക്കും. ആരായിട്ടായിരിക്കും? ജപ്പാനാണ് ചാൻസ്. അല്ലെങ്കിൽ ഇന്നത്തെ കളി കഴിഞ്ഞാലാണ് പറയാൻ പറ്റും. വിനി ഇപ്പൊ 2 ഗോൾ സ്കോർ ചെയ്ത്. അപ്പൊ അതിനെ കുറിച്ച് ടോട്ടല് 4 ഇപ്പൊ വിനി. അപ്പൊ അങ്ങനെ തന്നെ പോട്ടെ. കിടലായിട്ട് കളിക്കുന്നുണ്ട് അറ്റാക്കില്. ഹാലൻഡും എംബാപ്പയൊക്കെ അടുത്ത് തന്നെ ഉണ്ട്. എന്താണ് അവരായിട്ടുള്ള ചലഞ്ച് ചെയ്യാൻ പോകുന്നത്? എങ്ങനെയായിരിക്കും ചാലഞ്ച് എന്നുള്ളതില്ല. വിനി ടീമിന് വേണ്ടി ചെയ്യുന്നുണ്ടല്ലോ, അത് തന്നെ മതി. ബാക്കിയുള്ളവരുടെ അങ്ങനെ നോക്കിയിട്ട് അതല്ലാണ്ട് ടീമിന് വേണ്ടിയുള്ള ഒരു ഗെയിം, അതാണ് മെയിൻ. ടീമിൽ തന്നെ ബെസ്റ്റ് പ്ലെയർ എന്ന് പറയുമ്പോ ആരായിരിക്കും? വിനിയാണ് ഇപ്പൊ അറ്റ് ദ മൊമെന്റ്. വിനിയാണ്. നെയ്മറും കൂടി വരുമ്പോ ഒരു കണക്ഷൻ കൂടി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാല് നല്ല ബെഞ്ചും ഉണ്ട് ബ്രസീലിന്. അപ്പൊ അതുപോലെ ഫസ്റ്റ് ലെവലില് നെയ്മറും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല കണക്ഷൻ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ടീമാണ്. ഫസ്റ്റ് ഗെയിമിൽ വിചാരിച്ചേക്കാളും ഭയങ്കര ബെറ്റർ ആയി ഇപ്പൊ തേർഡ് ഗെയിം ആയപ്പോഴത്തേക്കും. അപ്പൊ അങ്ങനെ തന്നെ പോയാൽ ബെറ്റർ ആവും. ഇനിയും കിടലനാവും. നെയ്മറിനെ ഈ ടീമിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. എങ്ങനെയാണ് അൻസലോട്ട് ഉദ്ദേശിക്കണത്? എങ്ങനെ പയ്യെ പ്ലേ മേക്കർ ആയിട്ട് എങ്ങനെയാണ് തോന്നണത്? കുഴപ്പമില്ല. നല്ല ഇന്ന് ഇപ്പൊ നന്നായിട്ട് കളിച്ച് 10-15 മിനിറ്റ് കളിച്ചോളൂ. നമ്മ പ്രതീക്ഷിച്ച കളി വന്നിട്ടില്ല. അടുത്ത കളി പ്രതീക്ഷിച്ച കളി വരും. ഗോളും അടിക്കും. കുഞ്ഞാണെങ്കിലും നല്ല പെർഫോമൻസ്. ഇപ്പൊ 3 ഗോൾ കൊണ്ടുവരാൻ പറ്റി. പ്ലേയേഴ്സ് എല്ലാവരും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട് മൊത്തത്തിലെല്ലാം നല്ലതാണ്. ഇപ്പൊ കുഞ്ഞാന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് CFL ഇറങ്ങി വന്ന് കളിക്കുക. കാരണം ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ വിനി ഗോൾ അടിക്കുന്നുണ്ട്. പിന്നെ നെയ്മറും ഇറങ്ങുന്നത്. അപ്പൊ തന്നെ സെറ്റ് ആവും. ഏത് ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത് വരുന്നത്? പെർഫോമൻസ് ഡിഫൻസിൽ നിന്നാണ്, മിഡിൽ നിന്നാണ്, അറ്റാക്കിൽ നിന്നാണ്? എങ്ങനെയാണ് പെർഫോമൻസ് ഇപ്പൊ എന്നത് മിഡ്ഡിന്നാണ്. ബ്രൂണോ ഗിമാർസ് എല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ സെന്റർ ബാക്ക് രണ്ടുപേരും അത്യാവശ്യം സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഗോളി പിന്നെ പറയാനില്ല, 2 കിട്ടിലെ സേവ് ഉണ്ടായിരുന്നു. പിന്നെ അറ്റാക്കിങ് പിന്നെ പറയാൻ എല്ലാ കിട്ടിലാണ് എന്തായാലും. മൊത്തത്തിലൊരു ടോപ്പ് പെർഫോമിംഗ് ടീമിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ടോപ്പ് പെർഫോമിംഗ് എന്നൊക്കെ പറയാം. ഇനിയും ഇമ്പ്രൂവ് ആവണമെങ്കിൽ അത്രയും ബെറ്റർ. ഇപ്പൊ ബ്രസീലിന് ഇപ്പൊ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ടീം എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കും? യൂറോപ്യൻ ടീംസ് ആയിട്ട് വരുമ്പോ ഫ്രാൻസ് അവരൊക്കെ നമ്മുടെ ഒരു മെയിൻ ഇത്. ഫ്രാൻസ്, സ്പെയിൻ ഇങ്ങനെ വരുമ്പോ കളി നല്ല ഇതായിരിക്കും. ഒപ്പം ഒരു പ്രതീക്ഷ ഉണ്ട്. പേടിക്കാനൊന്നുമില്ല. ഇത് കളി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട്. ഏത് ടീം വന്നാലും അടിച്ചിടും. അർജന്റീനക്കായിട്ട് ഒന്ന് അടിക്കാനുള്ള ഒരു ഇതുണ്ടോ? സുഖം. അടിച്ചിടും. വേൾഡ് കപ്പ് തന്നെ സ്ട്രോങ്ങസ്റ്റ് ടീമിലൊന്നാണ് ഇംഗ്ലണ്ട്. അപ്പൊ അവരൊക്കെ ആയിട്ടൊരു മാച്ച് വന്നാണെങ്കിൽ ബ്രസീൽ എങ്ങനെയായിരിക്കും അവരെ നേരിടാൻ? രണ്ടും അറ്റാക്കിംഗ് ടീം. ഇംഗ്ലണ്ടിന്റെ ഫസ്റ്റ് കളി കണ്ടപ്പോ ഭയങ്കര ടഫായിരുന്നു ഇംഗ്ലണ്ട്. പക്ഷെ സെക്കൻഡ് ഗെയിമിൽ എന്തോ ഗാനായിട്ട് കളിച്ച കളി 0-0 ആയിരുന്നു. അതിലെന്തോ ഒരു കുറവുള്ള പോലെ തോന്നി. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. യൂറോപ്പിലൂടെ എല്ലാം ഹെവി വെയിറ്റ്സ് ആണ്. അപ്പോ ബ്രസീലിൽ ഇപ്പൊ കിട്ടിയത് സ്കോട്ട്ലാൻഡ് കിട്ടിയതാണ് യൂറോപ്പായിട്ടുള്ള ആകെ ഒരു കണക്ഷൻ വന്ന് ഇപ്പൊ ഗെയിമിൽ വന്നേക്കണത്. അതില് നല്ല പെർഫോമൻസ് ആയിരുന്നു ബ്രസീല്. അത് തന്നെ മുന്നോട്ട് പോകുന്ന നോക്കാം. ഫ്രാൻസ് ആയിട്ടാണ് മാച്ച് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞു. ഫ്രാൻസ് ആയിട്ട് അങ്ങനെ കുറച്ച് ടഫായിരിക്കും. എന്നാലും ടീം മെച്ചപ്പെട്ട് വരുമ്പോ നെയ്മറൊക്കെ ഓക്കെ ആവുമ്പോ ടീം നല്ലാവും. കളി കുറച്ചും കൂടെ അടിപൊളിയാവും. ഫ്രാൻസ് എന്നുള്ള കേസ് പറയുമ്പോ വ്യത്യാസമുണ്ട്. വേൾഡ് കപ്പ് ആണുള്ളത്. നമ്മൾ കഴിഞ്ഞ വർഷം ക്രൊയേഷ്യ ആയിട്ടാണ് ബ്രസീൽ തോറ്റത്. ആരെല്ലാം വിചാരിക്കുമോ അങ്ങനെ സംഭവിക്കുന്നത്? അപ്പൊ ആ ഒരു ഹെവി വെയിറ്റ്സ് ഉള്ള സംഭവം ശരിക്കും അതിൽ കൂടുതൽ എനിക്ക് തോന്നുന്ന മെന്റാലിറ്റിയിലാണ് കാര്യം. ആ ഒരു 90 മിനിറ്റ്സിൽ എന്താണോ ചെയ്യണത് അതിലാണ് കാര്യം. അപ്പൊ പുറത്ത് നമ്മുടെ പേപ്പറിൽ ഫ്രാൻസ് ആയിരിക്കും ബെറ്റർ ലൈനപ്പിലും എല്ലാത്തിലും. പക്ഷെ ബ്രസീൽ എന്താണോ ഇപ്പൊ ഗെയിം ഒരാണെന്നുണ്ടെങ്കിലും കാര്യം ബ്രസീലാണ് ആ സമയത്ത് എന്താണോ ചെയ്യണേ അതിലാണ് കാര്യം എന്നെനിക്ക് തോന്നണേ. 3 വർഷം ശേഷമാണ് നെയ്മർ സ്ക്വാഡിലോട്ട് വന്നേക്കണത്. ശരിക്കും ഭൂമി ഒന്ന് കുലുങ്ങിയ. പിന്നെ നല്ല സന്തോഷമുണ്ട്. കുറെ നാള് കാത്തിരുന്നിട്ടാണ് ലാസ്റ്റ് ആണ്. എന്തായാലും പ്രതീക്ഷിക്കും ഇനിയുള്ള കളികളിൽ ഒരു ഗോൾ അടിച്ചാൽ തന്നെ സന്തോഷമാണ്. കൂടുതലൊന്നും പ്രതീക്ഷിക്കണം. കളിച്ചാൽ മതി. സബ് ചെയ്താൽ തന്നെ കുറച്ച് ഇങ്ങനെ ഒരു ടൈമൊക്കെ എടുത്ത് ആവേശമാക്കിയിട്ടാണ്. ഇന്നിപ്പോ എന്തായാലും ഒരു മാവം പോലെയാണ്. ഇപ്പൊ അടുത്തോട്ട് ചിലപ്പോൾ ഫസ്റ്റ് കളി ഉണ്ടാവും വിചാരിക്കാം. ആൻസിലോട്ട് പ്ലാനിൽ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അങ്ങനെ കളിപ്പിക്കട്ടെ. നമുക്ക് ടീം ഗെയിമാണ് മുഖ്യം. ഇപ്പൊ അല്ലാണ്ട് തന്നെ ടീമാണ് പെർഫോം ചെയ്യുന്നുണ്ട്. വിനീഷ്യസ് എല്ലാവരും കളിക്കുന്നുണ്ട്. കോച്ച് എങ്ങനെ ഉദ്ദേശിച്ചാൽ ചെയ്യാൻ അങ്ങനെ കളിപ്പിക്കട്ടെ. കപ്പടിക്കൂലേ? കേരളത്തിന്റെ സ്വന്തം ഡേറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യും.